ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നേന്ത്രപ്പഴം വെച്ചിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പഴം സുഖേനാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറുപയറിൻ്റെ സുഖേനും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ മധുരത്തിന് ശർക്കര എടുത്തിട്ടുണ്ട്. 1.5 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു ചെറിയ നാളികേരമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ ആ തേങ്ങയുടെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നെയ്യ് കുറവാണ്. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലോണം ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് കളറൊന്ന് മാറി കിട്ടിയാൽ മതി. അപ്പോൾ തേങ്ങയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പഴമാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലോണം പഴുക്കാത്ത പഴമാണ്, ചെറുതാക്കി നുറുക്കിയെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഉടച്ചു കൊടുക്കുക. നല്ലോണം പഴുത്ത പഴമാണെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് നല്ലോണം പഴുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നല്ലോണം പഴുത്ത പഴം എടുക്കാൻ നോക്കുക. അപ്പോൾ ഇത് ഞാനിവിടെ ഉടച്ചു കൊടുക്കുകയാണ്. ചെറുതായിട്ടൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് പഴം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് അമൃതം പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ അമൃതം പൊടി ഇടുകൊണ്ടാണ് ശർക്കര 1.5 അച്ച് ശർക്കര എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ കൂടുതൽ ചേർത്താൽ മതി. അപ്പം ഞാൻ അമൃതം പൊടി ചേർക്കും കൊണ്ടാണ് ശർക്കര കുറവാക്കിയത്. ഇതിന് പകരം റവ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അമൃതം പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ അമൃതം പൊടിയും പഴമൊക്കെ ഹെൽത്തി ആയിട്ടുള്ളതല്ലേ, അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. എല്ലാവർക്കും കഴിക്കാം. അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതും നല്ലപോലെ ഒന്ന് മിക്സ് ആയാൽ നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. തരിപ്പയിലൊന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടൊന്ന് ഉടച്ചെടുക്കുക. സിമ്മിലിട്ടിട്ട് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും. അപ്പോൾ ഞാനിവിടെ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പഴം നുറുക്കിയെന്ന് കുറച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ബാറ്റർ തയ്യാറാക്കാനാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഴവും പഞ്ചസാരയൊക്കെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1/4 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വറുത്തെടുക്കുമ്പോൾ ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. സുഖിയനൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വേണം അരച്ചെടുക്കാൻ. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അമൃതപ്പൊടി കിട്ടുന്നവരുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ റവ ചേർത്ത് കൊടുത്താലും മതി.
അപ്പോൾ ഞാൻ ഈ രീതിയിൽ ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ലോണം ലൂസായി പോവരുത്. നമ്മൾ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുമ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഓവറായി പോവരുത് വെള്ളം. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുത്തിട്ട് ഓരോരോ ബോളാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിൽ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കി എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബോളാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ. ഇനി ഒരു ഉണ്ട എടുത്തിട്ട് മാവിൽ മുക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇടാം. അപ്പോൾ ബാറ്റർ നമ്മൾ തയ്യാറാക്കുമ്പോൾ വെള്ളം നല്ലോണം കൂടി പോവരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മളിങ്ങനെ മുക്കിയെടുക്കുമ്പോൾ കോട്ടിങ് കിട്ടില്ല. അപ്പോൾ നല്ലോണം ടൈറ്റിൽ തന്നെ മാവ് വേണം. ഇനി ഇത് നമുക്ക് നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡായാലും നമുക്ക് തിരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ട് സൈഡും ഒരേപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ വീട്ടിലെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം വെച്ചിട്ടുള്ള സുഗിയൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ഓക്കെ ബൈ.